എന്താടി കാട്ടണ്? ഉമ്മ വന്നാ? എങ്ങനെ ഉമ്മ വന്ന്? ബസ്സിലാ? ആ, ബസ്സിൽ തന്നെ വന്നത്. ഈ സാധനങ്ങളൊക്കെ തൂക്കി പിടിച്ചിട്ട് എങ്ങനെ നിങ്ങൾ ബസ്സിൽ വന്ന്? ഒരു ഓട്ടോ വിളിച്ചാൽ മതിയായിരുന്നു. എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? 15 റുപ്യക്ക് പിടുത്തം വീറുന്ന കാര്യത്തിന് 10-200 റുപ്യ കളയാൻ നിൽക്കണം ഓട്ടോക്കാരൻ കൊടുത്തിട്ട്. അതോ ഏറ്റു നിന്ന് കനത്തു. ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് വെച്ചാ. അതിങ്ങോട്ട് തന്നോ, തന്റെ മാറ്റാനുള്ള തുണികളല്ലേ. പിന്നെ മാറ്റി വെച്ചോ. എന്താ മതില്? അത് നിനക്ക് തിന്നാനുള്ള സാധനങ്ങളാടി. നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിയിട്ടുണ്ടായില്ലേ, എടുത്തു വെച്ചാ അങ്ങോട്ട്. അപ്പൊ എന്തിനമ്മ അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിന്ന്? അവിടെ ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കായിരുന്നില്ലേ? ഇത് കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് വരി. പെണ്ണെ, അതിന് അവർക്കുള്ളതൊക്കെ വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് നിന്റെ അമ്മായിമാരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിനക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതെല്ലാം കൂടി അവരുടെ മുമ്പിൽ കാണിച്ചു പറഞ്ഞാലേ നിനക്ക് വല്ലതും കിട്ടുമോ ഇന്ന്? എന്താ പിന്നെ കിട്ടാണ്ട്? പിന്നെ അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല. എനിക്ക് എന്താ വേണ്ടിച്ച് അതൊക്കെ പോയിട്ട് വാങ്ങിട്ട് വരും. എന്നിട്ടാണ് ഞാൻ ഇവിടെ കയറി വരുമ്പോൾ എൻ്റെ അവലിമ്മ തള്ള ആ മുമ്പിൽ നിന്നിട്ട് എന്തൊക്കെയാണ് ഇരുന്ന് കുറിക്കാനാണ്ടത്. അതിൻ്റെ വായിൽ 4 മണിക്കൂറായ വർക്കിംഗ് കൊണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതൊക്കെ ഇതിന് മുമ്പിൽ കാണിക്കേ പാടുള്ളൂ. സെക്കൻഡ് നേരം കൊണ്ട് കാര്യമാക്കും. നീ വാണെങ്കിൽ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ പണിയത്. ഈ ഉമ്മാൻ്റെ ഒരു കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുകയാണാവോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ എന്തടി, സ്വന്തം മകൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തിന്നാൻ വാങ്ങി കൊണ്ടു കൊടുക്കണതേ അത്ര വലിയ കൊലക്കുറ്റമൊന്നുമല്ല. ആരെങ്കിലും വന്ന് കണ്ട നാണക്കടാട്ടോ അമ്മ. അമ്മയൊന്ന് കണ്ടിട്ട് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. അതിന് ആരെ പണി നിന്റെ റൂമിൽ ഇതൊക്കെ വന്ന് തരാൻ നിൽക്കണത്? പെണ്ണിൻ്റെ ഭ്രാന്ത് നോക്കാം. അതിനെങ്ങനെയാണ്? നീ ശരിയല്ല. ഇതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും കയറി ഇറങ്ങാൻ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയല്ലേ. നിനക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഈ വാതിലൊക്കെ നടത്തി വെച്ചിട്ട് ഇരുന്നൂറി. അതുപോലെ പുറത്തെന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോണ സമയത്ത് വാതിൽ പുറത്തേക്ക് കുറ്റിയിട്ടിട്ട് പോകണം. ഇത് വല്ല ശത്രം പോലെ വാതിലൊക്കെ മട്ടന്മാരൊക്കെ തുറന്നിട്ടും കൊണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞാൽ ആരായാലും വന്നിട്ട് കാണുന്നതൊക്കെ. ഒന്നും മെല്ലെ പറയമ്മ, അവരാരെങ്കിലും കേട്ടിട്ട് വരണ്ട. ഓ, എന്താ കേട്ടാ? എനിക്ക് ആ പേടിയൊന്നുമില്ല. ആ, ഞാൻ ഇവിടുത്തെ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിക്കായിരുന്നേ. ആ, എന്നാ വരി ചായ കുടിക്കുക. ചായ കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ആ, ചായയൊക്കെ വെച്ചപ്പോൾ എത്ര പെട്ടെന്ന്? എന്നാൽ ഞാൻ ഈ സാരിയൊക്കെ ഒന്ന് മാറ്റിയിട്ടെ, എന്നിട്ട് വരാം. നിങ്ങൾ അങ്ങോട്ട് നടന്നോളി. ആ, എന്താടി നിന്റെ അമ്മായിമ്മൻ്റെ മുഖം ഒരു കനം പോലെ? ഞാനിങ്ങോട്ട് കയറി വരുമ്പോഴും ശ്രദ്ധിച്ചു, വലിയ മുഖമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത്. ഞാൻ വന്നത് തീരെ പറ്റിയിട്ടില്ല തോന്നൂല അതിന്. ഏ, ഒരു കുഴപ്പമില്ല, എനിക്കൊന്നും തോന്നിയില്ല. ഓ, നിന്റെ കണ്ണിൽ പിന്നെ എല്ലാവരും നല്ല ഉണ്ണികളാണല്ലോ. ആർക്കും ഒരു കുറ്റം കുറവുമില്ല. ആറങ്ങോട്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട ഞാൻ. ഇത് നോക്കടി, പുതിയ മാക്സിയാണ്, നന്നായിട്ടില്ലേ? നന്നു. അടവാൻ്റെ അടുത്ത് നിന്ന് എടുത്തതാ? ആ, അവൻ്റെ അടുത്ത് നിന്ന് എടുത്തത് തന്നെ. കളറ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാടി. നോക്കുമ്പോൾ അടിച്ചത് കൊളായേ. ഇതാണ്ടില്ലേ, കൈ നല്ല ഇറക്കം കൂടുതൽ. ഇത്രയ്ക്ക് അങ്ങോട്ട് പാടില്ല, കുറച്ചും കൂടി കയറി നിൽക്കണേ. ഇത് വല്ല തള്ളാരിൻ്റെ കുപ്പായം പോലെ ഇല്ലേ? പോയിട്ടുള്ളൂ, ഒന്ന് നേരെ അടിക്കാൻ പറയണം അവളുടെ അടുത്ത് തന്നെ. വരി എന്നാൽ ചായ കുടിക്കുക, അല്ലെങ്കിൽ അത് ചൂടാറും. ആ, ചായ കുടിക്കേ, അതൊക്കെ എടുത്ത് തിന്നേ. ആ, ചായ എന്താ അത്? തീരെ കൊഴുപ്പില്ല. കട്ടിയില്ലാത്ത പാലാ തോന്നുന്നുണ്ട് അല്ലേ? ആ, പാക്കറ്റ് പാലല്ലേ, അതായിരിക്കുവേ. പാക്കറ്റ് പാല് വാങ്ങിക്കല്? ആ, അപ്പൊ വെറുതെ അല്ല. എന്താ അപ്പൊ ഇവിടെ പശുവും പാലൊന്നും കിട്ടില്ലേ? ഇവിടെ അടുത്തൊന്നും പൈക്കളിനെ കറക്കുന്ന വീടുകളൊന്നും ഇല്ല. ഇവിടെ അടുത്തൊന്നും പൈക്കളുള്ള വീടുകളൊന്നും ഇല്ല. പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് പോണം. പിന്നെ ആരാപ്പം ഈ പാല് വാങ്ങാനൊക്കെ അത്ര ദൂരം പോണ് പറഞ്ഞിട്ടേ. കുറച്ച് ദൂരം നടന്നാലും കിട്ടുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും പോയിട്ട് വാങ്ങിട്ട് വന്നൂടെ? അപ്പോൾ ഈ വയറ്റുകാർ പെണ്ണൊക്കെ ദിവസവും 2 ഗ്ലാസ് പാല് കൊടുക്കാണ്ടിരുന്ന എങ്ങനെയാണ്? ഇപ്പൊ ദിവസവും 2 ഗ്ലാസ് ഇല്ലെങ്കിൽ 1 ഗ്ലാസ് പാലെങ്കിലും കൊടുക്കണ്ടേ അതിന്? എന്നാലും നിങ്ങൾക്കൊന്നും അവളുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ല. സ്വന്തം മകളല്ലല്ലോ, മരുമകളല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നറിയാം. നിങ്ങളുടെ മകളാണ് ഈ കോലത്തിൽ ഇരിക്കുന്ന പറഞ്ഞ അങ്ങനെയൊക്കെ ചെയ്യുമോ നിങ്ങൾ? എന്തിങ്ങനെയൊക്കെ പറയണ്? നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാണ്, ദിവസം ഓരോ ഗ്ലാസ് പാല് കുടിച്ചോ, നീ കുടിക്കണമെങ്കിൽ വാപ്പ പോയി വാങ്ങിട്ട് വരും എന്നൊക്കെ. അപ്പൊ അവളാ പറഞ്ഞത് പാല് ഇഷ്ടമല്ല, പാലിന് മണം വരുമ്പോ തന്നെ ഛർദ്ദിക്കാൻ വരണമെന്നൊക്കെ. അതുകൊണ്ടാണേ. ആ, എനിക്ക് പറ്റാണ്ടമ്മ. നിനക്ക് കല്യാണത്തിന് മുമ്പൊന്നും ഇങ്ങനെയുള്ള കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ അതിന് അവള് ഗർഭിണിയല്ലേ, അതുകൊണ്ടായിരിക്കേ.
ഈ സമയത്തൊക്കെ ചില ഭക്ഷണത്തിൻ്റെ മണമൊന്നും പിടിക്കില്ല, ഛർദ്ദിക്കാൻ വരുള്ളൂ. അതാ പിന്നെ ഇനി നോക്കുക, ഒരു 5 മാസം കഴിഞ്ഞാലൊക്കെ ഛർദി മാറും. അപ്പം നമുക്ക് പറ്റുകയാണെങ്കിൽ വാങ്ങിയിട്ട് കുടിക്കാൻ കൊടുക്കാമല്ലോ. അത് കഴിഞ്ഞ് 2 മാസം കൂടി കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ പ്രസവത്തിന് കൊണ്ടുപോകല്ലോ അല്ലേ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതും പറഞ്ഞ് ഒഴിവാക്കാം. ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് വാങ്ങിക്കൊടുക്കുക, അല്ലാണ്ട് ഇപ്പം എന്താ കാട്ടണു? ഉമ്മാൻ്റെ ചായ കൂടി കഴിഞ്ഞോ? എന്നാൽ വരി അങ്ങോട്ട് റൂമിലേക്ക് പോവുക. എന്താ സുബൈദ, എന്തൊക്കെയാ ഇപ്പം ആ സ്ത്രീ പറഞ്ഞിട്ട് പോയത്? എന്താ നീ ഇങ്ങനെ കേട്ടോണ്ട് നിന്നത്? നല്ല മറുപടി അങ്ങോട്ട് കൊടുക്കായിരുന്നില്ലേ? അവൻ്റെ മകളല്ലേന്നോ, അതിൻ്റെ സ്നേഹത്തിൽ പറയാണ്. അതൊന്നും കാര്യാക്കണ്ട. അതിനിപ്പോൾ അവൾക്ക് എന്ത് കുറവാ അവിടെ ഉള്ളത്? നീ നിന്റെ മകളിനെ കാണുമ്പോൾ തന്നെയല്ലേ അതിനെയും കാണുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്നോ. പെൺമക്കളുള്ള തള്ളാർക്കുള്ള ബേജാറാണേ. കെട്ടിക്കൊടുത്തോടത്ത് എത്ര സുഖമാണെന്നുണ്ടെങ്കിലും അവരെന്തെങ്കിലും പറയുന്നുണ്ടാവോ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ പറഞ്ഞിട്ട് പേടി ഉണ്ടാവും. എനിക്കൊരു മകളുള്ളതല്ലേ, എനിക്കും ഉണ്ടാ പേടി. അതൊന്നും കാര്യാക്കണ്ട. ഇനിയിപ്പോൾ എന്തായാലും അവർ 2 ദിവസം നിൽക്കാൻ വന്നതല്ലേ, 2 ദിവസം നിന്നിട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും ഒക്കെ അവർ തോന്നലായിരുന്നോന്ന്. ഓ, അപ്പോൾ 2 ദിവസം അതിനിവിടെ സഹിക്കണല്ലേ? നിന്റെ അമ്മായിമ്മക്ക് ചോറും കൂട്ടാൻ വെക്കാൻ തീരെ വശമില്ല തോന്നുന്നു. എന്താ ഒരു കൂട്ടാൻ വെച്ച കോലമാണ്. എരിവുമില്ല, പുളിയില്ല, ഉപ്പുമില്ല, ഒന്നുമില്ല. ഒരു ചപ്പക്കൂട്ടാൻ. ഞാൻ വിശപ്പിൻ്റെ കുടുംബയിൽ എങ്ങനെയൊക്കെയോ തിന്നതാണ്. നീ എങ്ങനെയാ അതൊക്കെ കൂട്ടിയും കൂടി തിന്നായിരുന്നത്? എന്താ കുഴപ്പം? നന്നായിട്ടുണ്ടല്ലോ. കുറച്ച് എരിവ് കുറവുണ്ട്. അതിനിവിടെ ആർക്കും എരിവൊന്നും പറ്റില്ലേ. എനിക്കും പിന്നെ അങ്ങനെ തിന്ന് ശീലമായിപ്പോൾ. ഒരു മകളുള്ളതോ? അത് വരവും പോക്കൊന്നുമില്ലേ? താത്ത കുട്ടീൻ്റെ സ്കൂൾ പൂട്ടിയപ്പോൾ 10 ദിവസം വന്ന് നിന്നായിരുന്നു. പിന്നെ താത്താക്കും അധികം ദിവസം നിൽക്കാൻ പറ്റുമൊന്നുമില്ല. അവിടെ അളിയൻ്റെ ഉമ്മയും ബാപ്പയും ഒക്കെ ഉള്ളതല്ലേ. അളിയൻ്റെ ഉമ്മക്ക് ഇപ്പോൾ തീരെ വയ്യേനും, കാലുമുട്ട് വേദനയൊക്കെ ആയിട്ടേ. അതാ വരാത്ത. മതി മതി, അങ്ങനെയൊക്കെ വന്നാൽ മതി. നീ വന്നാലും അധികം ഒലിപ്പിക്കാൻ നിൽക്കുകയൊന്നും വേണ്ട. എന്നാൽ പിന്നെ ഇവിടുന്ന് ഒഴിഞ്ഞോടുണ്ടാവില്ല. അതിനെയും കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ലാന്നോ. പാവമാണ്. അളിയനാണെങ്കിലും തന്നെ ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. അവരിപ്പോൾ കുറച്ചായിട്ട് നല്ല ബുദ്ധിമുട്ടിലുമാണേ. അളിയൻ ഗൾഫിലായിരുന്നല്ലേ. അവിടെ പണിയൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് 4-5 മാസമായി. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഏതോ ഒരു കടയിൽ നിൽക്കുകയാണ്. അപ്പോൾ വെറുതെ അല്ല അവൾ നിന്നെ സോപ്പിട്ട് കയ്യിലെടുത്ത് വെച്ചിരിക്കണം. എന്നാലല്ലേ അവളുടെ ആങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വലിക്കാൻ പറ്റുള്ളൂ. നീ നോക്കിക്കോ. നീ അധികം വൈകാണ്ട് തന്നെ അവൾ പൈസ കടം ചോദിക്കാൻ വരും. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ സാധനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്, അത് വാങ്ങാൻ വഴിയില്ല പറഞ്ഞിട്ട് വരും. പിന്നെ കുട്ടിൻ്റെ സ്കൂൾ തുറന്നിരിക്കുകയാണ്, ബാഗ് വാങ്ങാൻ കാശില്ല പറഞ്ഞിട്ട് വരും. അങ്ങടാണ് ഇതിൻ്റെയൊക്കെ പോക്ക്. എന്ത് ഇമ്മാക്ക്? അതിലൊന്നും അങ്ങനത്തെ ആൾക്കാരേ അല്ല. നമ്മൾ കണ്ടറിഞ്ഞ് എന്തെങ്കിലും കൊടുത്താൽ തന്നെ വേണ്ടാ പറയുള്ളൂ. പിന്നെ ഇപ്പോൾ ഓരോ ആവശ്യം പറഞ്ഞ് ഇങ്ങോട്ട് ചോദിച്ചു വരുന്നു. കാണാം കാണാം, ഇതൊക്കെ തന്നെ നീ എന്നും പറയണം. ഇതെന്തീ തള്ളതിൻ്റെ ഉള്ളിൽ കടന്ന് പരിങ്ങണ്? തിന്നാളെ പോയി നോക്കിയിട്ട് വന്നിക്ക് തോന്നുന്നുണ്ടേ. തെറ്റില്ല തള്ളൻ്റെ സ്വഭാവം. എന്താ അത്? എന്താ തരയണ്? ഏ ഞാൻ എൻ്റെ മുറുക്കാൻ പോതി എവിടെയോ വെച്ചേ. അപ്പം അത് നോക്കുമ്പോൾ കാണാനും ഇല്ല. ഇവിടെ ഉണ്ടോ നോക്കട്ടെ പറഞ്ഞിട്ട് വന്നതാണ്. നിങ്ങളുടെ മുറുക്കാൻ പോതി എന്താ ബെഡ്റൂമിലാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കണ്? ഞാൻ അവിടെ കോലായിൽ ജനലിൽ തന്നെ വെക്കല്. അവിടെ നോക്കിയിട്ട് കാണാണ്ടായപ്പോൾ ഇവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ട് തരികേ. നിന്നോടെ തന്നെ നിന്ന് തരുന്ന പറഞ്ഞ സാധനം കിട്ടുമോ? എവിടെ നിന്നാലും ഇപ്പോൾ കൊണ്ടുപോയി വെച്ച് ഇപ്പം എവിടെ പോയിട്ട് തരിക? വല്യമ്മ, വല്യമ്മാന് വെറ്റിലപ്പൊതി കാണാനില്ല പറഞ്ഞമ്മ. ഇതാ ഹാളിൽ തന്നെ ഇരിക്കണ്ടായിരുന്നോ? അതെ, ഞാൻ അവിടെയൊക്കെ നോക്കിയപ്പോൾ കണ്ടില്ലാലോ. എവിടെയൊക്കെ തരണോന്നറിയോ? കൊണ്ട കൊണ്ട ഞാൻ ഓരോരുത്തർ നേരെ കൊണ്ടേ എടുത്തു വെക്കട്ടെ. എന്താ തളന്റെ അഭിനയം നോക്ക. അവാർഡ് കൊടുക്കണം, അമ്മാതിരി അഭിനയല്ലായിരുന്നു. എന്താ അമ്മ നിങ്ങൾ പറയണേ? പെണ്ണെ, ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ആ തള്ള നിനക്ക് ഞാൻ തിന്നാൻ കൊണ്ടില്ലേ, അതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് തുറന്നു നോക്കുകയായിരുന്നേ. എന്നെ കണ്ടപ്പോൾ വേഗം വീട്ടിലെപ്പോയി തരികയാണ് പറഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് തള്ളയ്ക്ക് അത് എടുക്കാൻ പറ്റിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എടുത്തിട്ട് പോയിട്ടുണ്ടാവുമായിരുന്നു. ഇപ്പോൾ എന്താ ഇമ്മാക്ക്? അത് കുറേ നേരമായി വീട്ടിലെപ്പൊതി കാണാണ്ട് തരയണോ അത്രേ. എന്നിട്ട് ഉമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് അത് തിരഞ്ഞെടുത്ത് കൊടുത്തിട്ട് വായോ എന്ന്. അവിടെ എവിടെ നോക്കിയിട്ട് കാണാണ്ടായപ്പോൾ ഇവിടെ വന്ന് തരണ്ടായിരിക്കും. നിന്റെ റൂമിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ വീട്ടിലെപ്പൊതി ഇരിക്കുന്നത്. നീ എന്നാൽ ഇങ്ങനത്തെ ഒരു പൊട്ടത്തിയായല്ലോ. അവളുടെ കണ്ണിന് മുമ്പ് എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോയാൽ അവൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഒരു സാധനം. സഫ്ന, ആ ഹാളും ഡൈനിങ് ഹാളൊന്ന് തുടച്ചിടായിരുന്നില്ലേ? അമ്മ ഞാൻ ചെയ്യാം. ബാക്കി റൂമുകളൊക്കെ നാളെ തുടച്ചാലും മതി. ഒന്നായിട്ട് ഒരു ദിവസം തന്നെ ചെയ്യാനൊന്നും നിൽക്കണ്ട. പറ്റുകയാണെങ്കിൽ എല്ലാവരും തുടച്ചിടുക. എന്നാൽ പിന്നെ നാളേക്ക് ആ പണിയില്ലല്ലോ. ആ ചെന്താ ഒരു കോലമാണ്. എന്താ അത്? നിങ്ങൾക്കൊന്നും തീരെ മനസ്സാക്ഷിയില്ലേ?
ഈ വയറും വെച്ചിട്ട് ഇവളെന്നെ ഈ പണികളൊക്കെ ചെയ്യണോ? നിങ്ങൾക്ക് ചെയ്തുകൂടെ ഇതൊക്കെ? ഇല്ലാന്നോ? ഇങ്ങനെയുള്ള പണികൾ ചെയ്യണം കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നേ, ഇനിയൊക്കെ കുറച്ച് ദേഹം ഇളകിയിട്ടുള്ള പണികളൊക്കെ ചെയ്യാന്ന്. ആ, ഇനിയൊക്കെ ഇങ്ങനെയുള്ള ഓരോ പണികൾ ചെയ്താലേ അത്ര സുഖപ്രസവമാവുകയും ചെയ്യുള്ളേ. അതാണ് ഞാൻ അവളെയും കൊണ്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്യിക്കുന്നത്. അല്ലെങ്കിലും ഞാൻ അവളെയും കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിക്കേ ഇല്ലായിരുന്നു. ദേഹം ഇളകി പണി ചെയ്യണം പറഞ്ഞ ഇമ്മാതിരി പണികളൊക്കെ തന്നെ കൊടുക്കണമെന്നുണ്ടോ? വേറെ വല്ല പണി ചെയ്യിപ്പിച്ചൂടെ? ആ ചപ്പയും വെള്ളവും എടുത്തിട്ട് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് തെന്നി വീഴേ, അല്ലെങ്കിൽ തുടയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ തന്നെ ചവിട്ടിട്ട് ഒന്ന് വീഴ് എന്തെങ്കിലും ചെയ്തു പറഞ്ഞാൽ എന്താ കാട്ടുക? നിലമാണെങ്കിലോ അമ്മാതിരി നേലവും ഒരു തുള്ളി വെള്ളം പോയാൽ മതി, ഇവിടെ ചവിട്ടി അവിടെ എത്തും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവിളിനെയും കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. അവൾക്ക് എന്തെങ്കിലും പറ്റിയാലേ ആർക്ക് പോയി? നമുക്ക് തന്നെ പോകുള്ളൂ. നമുക്ക് നമ്മുടെ കുട്ടിനെ അങ്ങോട്ട് ഇല്ലാണ്ടാവും. നിങ്ങളുടെ മകനക്ക് വേറെ നല്ല പെണ്ണിനെയും കിട്ടും. എന്നാലും തരക്കേടില്ല നിങ്ങളുടെ സ്വഭാവം. അവളുടെ അടുത്ത് നല്ലപോലെ നിന്നു പറഞ്ഞാൽ അവൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലല്ലോ അല്ലേ? അവൾക്ക് മനസ്സിലാവില്ലായിരിക്കും. എന്നാലേ ഞാൻ അങ്ങനെയല്ല. ഞാനൊന്നും അറിയാത്ത പൊട്ടത്തിയല്ല. എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഓരോരുത്തന്നെ മനസ്സിലാവും എന്തു ഉദ്ദേശിച്ചതൊക്കെ ചെയ്യണമെന്ന്. ഞാനിപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റി. അല്ലെങ്കിലോ നിങ്ങൾ എന്തായിരിക്കും അവള് ചെയ്തിട്ടുണ്ടാകുക? എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ ഞാനോ അല്ല എൻ്റെ കയ്യോ ഇല്ല അവർക്ക് ഇരിക്കുകയും ചെയ്യും. വിട്ടാണ്ടിരിക്കും. നീ ഇങ്ങനെയൊക്കെ പണിയിപ്പിച്ചു. പ്രസവ സമയത്ത് അവൾക്ക് സിസേറിയനും ആണം പറഞ്ഞ് എന്താ കാട്ടുക? അവൾ ഈ വയറും വെച്ച് ഈ കഷ്ടപ്പെട്ട് പണിയെടുത്തതൊക്കെ വെറുതെ ആവില്ലേ? ഇനിയിപ്പോൾ ഡോക്ടറെ ശരീരം ഇളകണം തന്നെ പറഞ്ഞിട്ടെന്ന് വെക്കേ, അതിന് വേറെ എന്തെല്ലാം വഴികളുണ്ട്. രാവിലെയും വൈകുന്നേരം 4 ചാണ് നടന്നാൽ പോരെ? അതിന് പകരം ഓരോ പണികൾ കൊടുക്കണം. കോലമാണ്. നല്ല ആരോഗ്യം ഉണ്ടല്ലോ നിങ്ങൾക്ക്. നിങ്ങൾക്ക് എന്തൊന്നും ചെയ്താൽ പറ്റില്ലേ? ഉമ്മ ഒന്ന് നിർത്തി നിങ്ങൾ. നിങ്ങൾ എന്തിനമ്മ ഇങ്ങോട്ട് വന്ന്? എൻ്റെ കൂടെ 4 ദിവസം ഇരിക്കാനാ? അത് ഇവിടെ ഉള്ളവരിനെ എന്നെയും തമ്മിൽ തെറ്റിക്കാനാ? നിങ്ങൾ 2 ദിവസം ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോകും. ബാക്കിയുള്ള ദിവസം ഞാൻ അവിടെ കഴിയേണ്ടതേ. ഓ അപ്പൊ ഞാനായില്ലടി കുറ്റക്കാരി. ഇവര് നിന്നെ ചെയ്തതിലൊന്നും ഒരു കുറ്റമില്ല അല്ലേ നിനക്ക്? അവരതിന് എന്ത് തെറ്റിയതു എന്ന് നിങ്ങൾ പറയണത്? എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ പണികൾ എന്നെയും കൂടി ചെയ്യിച്ചതോ? അതോ എനിക്ക് ഓരോ ഗ്ലാസ് പാല് കുടിക്കാൻ തരാത്തതോ? അത് അവർ ചെയ്ത് തെറ്റി. അന്നപ്പോൾ തുടങ്ങിയതാണ് ഓരോ കുറ്റവും കുറവും കണ്ടുപിടിച്ചും കൊണ്ട്. അവർ ചെയ്തു തരുന്ന നല്ല കാര്യങ്ങളൊന്നും കാണാൻ നിൽക്കണ്ട. ഈ പറയുന്ന നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ ചെയ്തു കൂട്ടിയതോ? വരുമ്പോൾ തന്നെ മകൾക്ക് ആരും കാണാണ്ട് തിന്നാൻ വാങ്ങിക്കൊണ്ട് നിൽക്കണം. അതന്നെ വലിയ തെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ തരം കിട്ടി പറഞ്ഞ ഇവിടെ ഉള്ളവൻ്റെ ഇല്ലാത്തവൻ്റെ ഓരോ കുറ്റവും കുറവും കണ്ടുപിടിച്ച് ഇങ്ങനെ പറഞ്ഞു തരിക. ഇതൊക്കെ പിന്നെ നല്ല കാര്യങ്ങളാണല്ലോ അല്ലേ? നിങ്ങൾ വന്നപ്പോൾ തുടങ്ങിയതല്ലേ ഇവിടുത്തെ ഉമ്മാനെ ഓരോ കാരണം ഉണ്ടാക്കി കുറ്റം പറയാൻ? അവരാവും കൊണ്ട് മിണ്ടാണ്ട് കേട്ടു നിന്നു. നിങ്ങൾ വിചാരിക്കും പോലെ വേറെ വല്ല അമ്മായിമാരാണെന്നുണ്ടെങ്കിലേ നല്ല കണക്കിന് കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല വശം കാണാൻ നോക്കി. ഇവിടെ ഉള്ളവർ എന്നെ സ്വന്തം മകളായിട്ട് കാണുന്നത്. ഇതുവരെ ഒരു പ്രശ്നവുമില്ല. ഇന്ന് നിങ്ങളായിട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി. ആയിക്കോട്ടെടി, ആയിക്കോട്ടെ. എനിക്ക് തന്നെ കിട്ടണം. എനിക്കൊക്കെ മനസ്സിലാവണുണ്ട് നിന്റെ സ്വഭാവം. നിന്റെ മാപ്പളിനെയും വീട്ടുകാരെയും കിട്ടിയപ്പോൾ നമ്മളിനൊന്നും പറ്റണില്ല അല്ലേ? അവരെന്ത് പറഞ്ഞാലും അവൾക്ക് പ്രശ്നമില്ല. എന്റെ വായൊന്ന് തുറന്നാൽ അവൾക്ക് പ്രശ്നമാണ്. നീ എന്തൊക്കെയാ പറഞ്ഞ്? ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണ്, നിന്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ വന്നതാണ് നീലേ? ഇല്ലടി, ഞാൻ വരുന്നുമില്ല, നിന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണമില്ല. ഞാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. മകള് ഗർഭിണിയായിട്ടിരിക്കല്ലേ, അതിന് ഇഷ്ടമുള്ളതൊക്കെ തിന്നാൻ വാങ്ങിക്കൊണ്ടെന്ന് അതിന്റെ കൂടെ 4 ദിവസം ഇരുന്നിട്ട് പുക പറഞ്ഞിട്ട് വന്ന അവൾക്ക് ഞാൻ ചെയ്തതൊക്കെയും കുറ്റം. ആ, എനിക്ക് പഠിപ്പുമില്ല വിവരമില്ല ഒന്നുമില്ലേ. ഇവിടെ ഉള്ളവനെ പോലെ വർത്താനം പറയാനും അറിയില്ല. നീ നിന്റെ അമ്മായിമാന്റെ മുമ്പിൽ വെച്ചിട്ടല്ല എന്നെ അപമാനിച്ചത്. ഞാൻ ഇനി ഒരു മിനിറ്റ് ഇവിടെ നിൽക്കണില്ലടി. നിന്റെ പേറും പ്രസവമൊക്കെ നിന്റെ പൊന്നാര അമ്മായിമ്മനെ നോക്കട്ടെ, കാണാലോ നമുക്ക്.